ഇ.പി. ജയരാജനും ടി.പി. രാമകൃഷ്ണനും പ്രായപരിധി ബാധകമാക്കണോ എന്നതിൽ CPM-ൽ ചർച്ച. സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ രണ്ടുപേർക്കും 75 വയസ്സാകില്ല. നേതൃത്വത്തിന് താല്പര്യമുണ്ടെങ്കിൽ സാങ്കേതികത്വം പറഞ്ഞ് ഇരുവരെയും നിലനിർത്താം. രണ്ടഭിപ്രായം ഉന്നത നേതൃത്വത്തിലുണ്ട്. മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടാകും നിർണായകമാവുക. റഹീസ് റഷീദ് ചേരുന്നു കൂടുതൽ വിവരങ്ങൾ. റഹീസ് റഷീദ്, വെരി ഗുഡ് മോർണിംഗ്. അതിനു മുമ്പ് തന്നെ നമ്മുടെ പത്മിനി അമ്മയുടെ മുഖത്തൊരു ചിരി പടർത്തിയതിലുള്ള സന്തോഷവും അഭിനന്ദനവും അറിയിക്കുന്നു. നമ്മുടെയൊക്കെ ജോലിയിൽ ഒരുപാട് തിരക്കുകൾക്കിടയിൽ വീണ് കിട്ടുന്ന ചില നല്ല നിമിഷങ്ങളാണ് റഹീസ്. ആ നിമിഷങ്ങളൊക്കെ ഉള്ളിൽ ഇങ്ങനെ ചേർത്ത് വെക്കാൻ പറ്റും. ആ അമ്മയുടെ മുഖത്ത് ആ ചിരി കാണാം. നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെ കൊച്ചുമക്കളെ കാണുന്ന പോലൊരു ചിരിയാണ് റഹീസിനെ കണ്ടപ്പോൾ പത്മിനിയുടെ മുഖത്തുണ്ടായത്. ഗുഡ് മോർണിംഗ് അരുൺ. അതിൽ ഭയങ്കര സന്തോഷം. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ആ സ്റ്റോറി കേൾക്കുകയായിരുന്നു. ഞാൻ തന്നെ ചെയ്തയച്ച സ്റ്റോറി ആണെങ്കിലും അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം അവരുടെ വീട്ടിൽ നമ്മൾ ആദ്യം പോയപ്പോൾ കണ്ട അവസ്ഥയും ഇന്നലെ പോയപ്പോൾ കണ്ട അവസ്ഥയും തമ്മിൽ വലിയ വ്യത്യാസം. നമ്മളെ ഒക്കെ ഈ കൊച്ചുമകനെ പോലെ ചേർത്ത് പിടിച്ച് അവർക്ക് നല്ലതുപോലെ കാഴ്ചശക്തി ഇല്ല എങ്കിൽ പോലും TV-യിൽ നിങ്ങളെ കാണും, നിങ്ങളുടെ സ്ഥാപനത്തെ കാണും. എനിക്ക് ഒരിക്കലും ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് ആ ആധാരം തിരിച്ചു കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാനൊരു 5-8 വർഷമായി ഇതിൻ്റെ പിന്നിൽ കയറി ഇറങ്ങുമായിരുന്നു. ഒരു ഗുണവും ഒരിടത്തുനിന്നും കിട്ടിയില്ല. വാർത്ത ചെയ്തു കിട്ടി എന്ന് പറഞ്ഞപ്പോഴുള്ള ഒരു സന്തോഷമുണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു സന്തോഷമാണ് സത്യം പറഞ്ഞാൽ. എന്തായാലും ആ സന്തോഷം നമുക്ക് ഇന്നത്തെ ദിവസത്തെ ഒരു സന്തോഷമായി മാറി. ഈ റമസാൻ തുടങ്ങുന്ന ഒരു ദിവസം കൂടിയാണല്ലോ. അത്തരം ഒരു നല്ല കാര്യം നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്നൊരു ഒരു കൃതാർത്ഥതയോടുകൂടി നമുക്ക് തുടരാം. അപ്പോൾ ഈ CPM-ൻ്റെ കാര്യത്തിൽ എന്താ സംഭവിക്കുന്നത്? സാങ്കേതികത്വമാണ് ഇ.പി.യുടെ ഒക്കെ കാര്യത്തിലുള്ളത്. പാർട്ടി എന്ത് നിലപാടെടുക്കുമെന്നതാണ് ഏറെ ശ്രദ്ധേയം. മുഖ്യമന്ത്രിയുടെ വാക്കുകളായിരിക്കും അതിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത്, അല്ലേ റഹീസ്? ഉറപ്പായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ എടുക്കുന്ന തീരുമാനമായിരിക്കും അന്തിമമാകാൻ പോകുക. സാങ്കേതികത്വം എന്ന് പറയുമ്പോൾ 75 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പാർട്ടി പദവികളിൽ CPM-ൽ ഇരിക്കാൻ പറ്റില്ല. പക്ഷേ ടി.പി. രാമകൃഷ്ണന് 75, ഇ.പി. ജയരാജന് 75 വയസ്സാകുന്നത് മെയ് 28-ാം തീയതിയാണ്. 1950 മെയ് 28-നാണ് ഇ.പി. ജയരാജൻ ജനിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ വർഷം മെയ് 28-ന് 75 വയസ്സ് ഇ.പി. ജയരാജനാകും. LDF കൺവീനറായ ടി.പി. രാമകൃഷ്ണനാണെങ്കിൽ ജൂൺ 15-നാണ് 75 വയസ്സാവുക. സമ്മേളനം നടക്കുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ, അതായത് 6, 7, 8, 9 തീയതികളിലാണ്. ആ സമ്മേളനം കഴിഞ്ഞ് 2 മാസവും 3 മാസമൊക്കെ കഴിഞ്ഞ് മാത്രമാണ് ഈ 2 പേർക്കും 75 വയസ്സാവുക. സ്വാഭാവികമായും വേണമെങ്കിൽ സാങ്കേതികത്വം പറഞ്ഞ് 2 പേരെയും CPM നേതൃത്വത്തിന് ഈ പാർട്ടി പദവികളിൽ, പാർട്ടി ചുമതലകളിൽ നിലനിർത്താൻ പറ്റും എന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായും 2-3 മാസത്തിനിടയിൽ പ്രായപരിധി കഴിയുന്നത് കൊണ്ട് നിലനിർത്തണോ എന്ന കാര്യത്തിലും ചർച്ചകൾ നടക്കുന്നു. മുതിർന്ന നേതാവ് എന്ന നിലയിൽ ഇ.പി. ജയരാജന് ഏറ്റവും അവസാന സമയങ്ങളിൽ പല സമയത്തും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ ആൾ. പക്ഷേ ഏറ്റവും അവസാനം മുഖ്യമന്ത്രിക്ക് ഇ.പി. ജയരാജനോട് പണ്ടുണ്ടായിരുന്നത് പോലുള്ള ഒരു അടുപ്പത്തിലേക്ക് എത്തിയെന്നാണ് പാർട്ടി നേതാക്കളിൽ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അങ്ങനെ വരുമ്പോൾ സാങ്കേതികത്വം പറഞ്ഞ് ഇ.പിക്കും ടി.പിക്കും തുടരാനുള്ള ഒരു അനുമതി കൊടുക്കണോ വേണ്ടയോ എന്ന ചർച്ച പാർട്ടിയിൽ നടക്കുന്നു. എന്തായാലും ഈ പാർട്ടി സമ്മേളന കാലയളവിൽ തന്നെ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരും. ഒപ്പം സംസ്ഥാന സെക്രട്ടേറിയറ്റുള്ള 3 പേർ ഒഴിയുമെന്ന കാര്യം ഉറപ്പാണ്. 75 വയസ്സ് കഴിഞ്ഞ് 76-ലേക്കൊക്കെ എത്തിയ AK ബാലനും PK ശ്രീമതിയും ഒപ്പം ആനാവൂർ നാഗപ്പനും, ഈ 3 ആളുകളായിരിക്കും ഒഴിയുക. അവർക്കൊപ്പം ഈ 2 പേർ കൂടി ഒഴിയുകയാണെങ്കിൽ പുതുമുഖങ്ങളായി 5 പേർ വരേണ്ടി വരും. അതല്ല, ഇവർക്ക് സാങ്കേതികത്വത്തിൻ്റെ ഇളവുണ്ടെങ്കിൽ 3 പേർ മാത്രമായിരിക്കും സെക്രട്ടറിയിലേക്ക് വരിക. ഓക്കെ, റഹീസാണ് വിവരങ്ങൾ നൽകിയത്. ടി.പിയും ഇ.പിയും പാർട്ടിയിൽ തുടരുമോ എന്നതാണ് അറിയേണ്ടത്. റഹീസ് പറയുന്നത് പോലെ പാർട്ടി അത് ചർച്ച ചെയ്യും. സാങ്കേതികത്വം പറഞ്ഞ് ഒഴിവാക്കുമോ അതല്ല സാങ്കേതികത്വത്തിൻ്റെ ബലത്തിൽ തുടരാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇ.പിയും ടി.പിയും ഒക്കെ പ്രായമായെങ്കിലും നല്ല ചെറുപ്പമായിട്ട് ഇപ്പോഴും നിൽക്കുന്നു. പാർട്ടി സമ്മേളന വേദികളിലും പാർട്ടി ഫോറങ്ങളിലുമെല്ലാം ആവേശമായി, അണികൾക്ക് ആവേശമായി നിൽക്കുന്ന 2 നേതാക്കളാണ് ടി.പിയും ഇ.പിയും. എന്തായാലും പാർട്ടിയിൽ തുടരും എന്നാണ് നമ്മുടെയൊക്കെ മനസ്സ് പറയുന്നത്, അല്ലേ? നമുക്ക് കാത്തിരുന്ന് കാണാം ഈ സമ്മേളനത്തിന് ശേഷം എന്ത് സംഭവിക്കും എന്നുള്ളത്. എന്തായാലും സമ്മേളനം ഗംഭീരമാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. തയ്യാറെടുപ്പുകളൊക്കെ ഗംഭീരമാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 6-ാം തീയതി മുതൽ 9-ാം തീയതി വരെ കൊല്ലത്ത് അക്ഷരാർത്ഥത്തിൽ ചെങ്കടലേറ്റമായിരിക്കും.